കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുള്ളവരെ മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് നിയുക്ത MP കെ രാധാകൃഷ്ണൻ. ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. സമത്വാധിഷ്ഠിതമായ സമൂഹത്തിനായുള്ള പ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും കെ രാധാകൃഷ്ണൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആലത്തൂരിൽ നിന്നും 18ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ MP ആണ് മീഡിയ വണ്ണിനൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ടാണ് MP ആയിട്ട് വരുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് തോന്നുന്നത്? നേരത്തെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ കേരള രാഷ്ട്രീയത്തിലാണ് ചെറുപ്പം മുതൽക്ക് പ്രവർത്തിച്ച് വന്നിരുന്നത്. ഇപ്പോൾ 18ാം ലോക്സഭയിലേക്കാണ് ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. നമ്മുടെ പാർലമെൻറ്റിൻ്റെ സാധ്യതയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിന് വേണ്ടിയും കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള വിശ്വാസമുള്ളത്. കേരളത്തിലെ CPMൻ്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ബാങ്കിൽ കടന്നു കയറാൻ BJPക്കായിട്ടുണ്ട്. അത് വരും വർഷങ്ങളിൽ BJPയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലേക്ക് മാറുകയല്ലേ? അത് പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കൃത്യമായുള്ള സ്റ്റഡി നമുക്ക് നടത്തണം. അപ്പം അത് നടത്തിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടുന്നത്. ആശയപരമായിട്ട് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് BJPയുടെ ഒരു ലക്ഷ്യമാണ്. അതാണ് ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും ചെയ്തത്. ത്രിപുരയ്ക്ക് ശേഷം അവർ പറഞ്ഞത് അടുത്തതിന് കേരളമാണെന്നാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് അവരുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. ഇടതുപക്ഷ ആശയങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാലാണ് അവരുടെ വലതുപക്ഷ ശക്തികൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇടതുപക്ഷ ആശയങ്ങളെ തകർക്കുക, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനം 2018 ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രഖ്യാപിച്ചതാണ്.